പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ കുട്ടിയുടെ അമ്മ ഇതുവരെ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിക്കാത്തതിൽ വിഷമമുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കൃത്യമായി ചികിത്സ നൽകിയില്ല എന്ന നിലപാടിൽ ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും കുട്ടിയുടെ അമ്മ അല്പം മുമ്പ് 24-നോട്. ഞങ്ങൾ പോകുമ്പോൾ BP ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻറ്റിബയോട്ടിക് ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. ആകെ 3 അങ്ങനെ എന്തോ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഗുളിക. ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് നിൽക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ. ആരോഗ്യമന്ത്രി വിളിക്കുകയും വീണ ജോർജ് അവരൊന്നും വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു കുട്ടിൻ്റെ കൈ പോയിരിക്കുന്നത് അവർക്ക് വിളിക്കാമല്ലോ, അവർക്ക് വിളിച്ച് അന്വേഷിക്കാമല്ലോ, അവരതൊന്നും ചെയ്യണില്ല. എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ അവർ മാത്രം വിളിച്ചു ചോദിക്കില്ല. ഭയങ്കര സങ്കടമുണ്ട് മനസ്സിൽ. എൻ്റെ കുട്ടിക്കുള്ള ഇനി വലുതാകാനുള്ള ഇത് നമുക്ക് ഗവൺമെൻറ് ഇവിടെ നിന്ന് തരിക തന്നെ വേണം. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് വിവരങ്ങളുമായി ചേർന്നു. അഭിനന്ദാണ് ഈ അമ്മയുമായി സംസാരിച്ചത്. അഭിനന്ദ്, അമ്മ ഇപ്പോഴും ഈ പരാതികളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണോ? മന്ത്രി വീണ ജോർജിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല എന്നാണോ? മന്ത്രി വീണ ജോർജ് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നല്ലേ അമ്മയുടെ പരാതി? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും പാലക്കാട് പല്ലശ്ശന സ്വദേശിയായിട്ടുള്ള 9 വയസ്സുകാരുടെ കൈമുറിച്ച് മാറ്റിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര വലിയ വിവാദമുണ്ടായിട്ടും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായിട്ട് തങ്ങളെ വിളിക്കുവാൻ പോലും തയ്യാറായില്ല എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അമ്മ പ്രസീത 24-നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൈമുറിച്ച് മാറ്റിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണം മാത്രമാണ് മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നെന്മാറ MLA കെ ബാബു, ഷാഫി പറമ്പിൽ MP അങ്ങനെ ജനപ്രതിനിധികളെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി തങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു കോളിൽ പോലും തങ്ങളുമായിട്ട് സംസാരിച്ചില്ല എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയെന്നും അമ്മ പറയുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് ചികിത്സ നൽകിയില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനകത്ത് ആന്റിബയോട്ടിക് നൽകിയില്ല, കുട്ടിയുടെ BP പോലും ചെക്ക് ചെയ്യാനായിട്ട് ആ സമയത്ത് ഡോക്ടർമാർ തയ്യാറായില്ല എന്ന ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൽ ഇപ്പോൾ അമ്മ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന റിപ്പോർട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നൽകിയത്. അന്ന് മുതൽ പറഞ്ഞ കാര്യങ്ങളാണ്. 24-ാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു, 25-ാം തീയതി വലിയ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും 5 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു. കൃത്യമായി ചികിത്സ നൽകിയില്ല, 3 ഗുളികകൾ മാത്രമാണ് നൽകിയത്. 30-ാം തീയതി ആയപ്പോൾ കുട്ടിയുടെ കൈ പഴുത്തു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സ്ഥിതി ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും കൈ വിരൽ മുറിച്ചു മാറ്റേണ്ട സ്ഥിതിയിലേക്ക് പോയത്. എന്നിട്ട് പോലും ഈ വിഷയത്തിനകത്ത് ഉദാസീനമായിട്ടുള്ള നിലപാട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവർ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ഇടപെടുന്നുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടേറ്റ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ അമ്മയോട് സംസാരിച്ചിരുന്നു. ഏത് മാതാവായാലും പിതാവായാലും ഇത്തരത്തിലേക്ക് മാത്രമേ ചെയ്തു പോകുകയുള്ളൂ എന്ന് പറയുന്നു. തന്നെ കൊണ്ടും ഇത്തരത്തിലേക്ക് ചെയ്യിക്കരുത് എന്നുകൂടി അമ്മ പറയുകയാണ്. അങ്ങേയറ്റം വിഷമത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മളോട് നടത്തിയത്. താൻ പറഞ്ഞ ആരോപണങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് ചികിത്സാ സഹായം വേണം. കാരണം ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് നൽകുന്നതെങ്കിൽ പോലും പുറത്ത് പല ആവശ്യങ്ങളുണ്ട്. ഭീമമായ തുക തങ്ങളുടെ ഈ വരുമാനത്തിൽ നിന്ന് മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചികിത്സാ സഹായം ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം കൂടി അമ്മ പറയുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും അമ്മ പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഇടപെട്ടിട്ടില്ല, ഒരു കോളിൽ പോലും ബന്ധപ്പെട്ടില്ല എന്നുള്ള ആശങ്കയാണ് പ്രധാനമായും അമ്മ പ്രസീത ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. SK അഭിനന്ദ്, യഥാർത്ഥത്തിൽ ഈ അമ്മ മറ്റുള്ളവരൊക്കെ വിളിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്ക് ആശ്വാസമായോ? മന്ത്രി വിളിച്ചില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക. SK ഈ വിഷയം അങ്ങേയറ്റം നമ്മളാണ് ഈ പ്രതികരണം ആദ്യം എടുക്കുന്നത്. ആദ്യം തന്നെ ഈ അമ്മ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായ നിലപാട് അമ്മ പറഞ്ഞിരുന്നു. അതിനകത്ത് ചികിത്സാപ്പിഴവുണ്ടായി ഉണ്ടായെന്ന ആരോപണത്തിന് പിന്നാലെ തന്നെ ഇവിടെയുള്ള MP-മാർ അവിടെ എത്തി, ഷാഫി പറമ്പിലെത്തി, പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി, നെന്മാറ MLA കെ ബാബു എത്തി, മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം വിളിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാത്രമാണ് ഒരു കോള് വന്നിട്ടുള്ളത്. അതിനകത്ത് മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷമാകുമായിരുന്നു. കാരണം ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല പൂർണ്ണമായിട്ടും നോക്കുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഇത്ര വലിയൊരു ചികിത്സാ പിഴവുണ്ടായിട്ട് ഒരു കുട്ടിയുടെ 9-കാരിയാണ് തനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ, അതിൽ മയക്കത്തിലേക്ക് പോയി പിന്നീട് എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ എൻ്റെ കൈ എവിടെ അമ്മേ, എൻ്റെ കൈ എവിടെ അച്ഛ എന്നാണ് ചോദിക്കുന്നത്. അങ്ങ് അത്രമാത്രം വലിയ വാർത്തയായിട്ടും ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള ചോദ്യം മാത്രമാണ് പറഞ്ഞത്. താൻ മറ്റൊരു ആരോപണത്തിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പ്രസീത ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രസീത, നമസ്കാരം.
ഒരമ്മ എന്നുള്ള നിലയിൽ ആ വേദന നമുക്ക് മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമം നടത്തി, പക്ഷേ രാവിലെ തിരക്കായിരിക്കാം, മന്ത്രിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളിത് കൊണ്ടുവരാം. എപ്പോഴെങ്കിലും പ്രസീത അങ്ങോട്ട് ശ്രമിച്ചിരുന്നോ മന്ത്രിയെ വിളിക്കാനായിട്ട്? ഇല്ല, ഞങ്ങളിൽ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഓക്കെ, നമ്മുടെ അഭിനന്ദനോട് പറഞ്ഞാൽ മതി, നമ്പറൊക്കെ തരും. അപ്പോൾ നമ്മളെന്തായാലും മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാം. ചിലപ്പോൾ മന്ത്രി വീണ ജോർജ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സംസാരിക്കാനും പറ്റും. അപ്പോൾ മന്ത്രിയോട് മന്ത്രി വിളിക്കുകയാണെങ്കിൽ പ്രസീത പറയാനിരിക്കുന്ന കാര്യം എന്താണ്? നമ്മളെന്താണ് പറഞ്ഞത്, ഇപ്പൊ നമുക്ക് കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അല്ല, എന്തൊക്കെ ചികിത്സയാണോ ഉദ്ദേശിച്ചത്? മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമാണോ? സഹായം, പിന്നെ കുട്ടി ഇനി വളരാനുള്ളത്, ഭാവി നോക്കണം. ഓക്കെ, അപ്പൊ അതായത് എനിക്കറിയാം, ഒരു കുഞ്ഞിന്റെ വലത് കൈ പോയി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് ജീവിതത്തിലുടനീളം. ആ കുട്ടിക്ക് അത് പ്രശ്നമാണല്ലോ. അപ്പോൾ അവള് ഇപ്പോഴും കൈ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അഭിനന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അറിയില്ല, അവൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ നീരിന്റെ വലിക്കുന്ന മെഷീൻ വെച്ചിരിക്കണ കയ്യില്. അപ്പൊ എന്തിനമ്മ അത് വെച്ചിരിക്കണ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞത് കൈ വളരാൻ വേണ്ടി വെച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കൈയോട് ചോദിക്കുമ്പോ അവള് എങ്ങനെയാണ് അവളുടെ രീതി? അവള് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന കുട്ടിയാണോ അതോ? അതെ, മനസ്സിലാവുന്ന കുട്ടിയാണ്. പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പം പ്രസീതയ്ക്ക് വൈകാതെ തന്നെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് ഈ സംഭവത്തിൽ. കേരളം മുഴുവൻ നടുങ്ങിപ്പോയ ഒരു സംഭവമാണത്. മാത്രമല്ല മലയാളികൾ 24 വഴി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ സംഭവം കേട്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും അമ്മ എന്നുള്ള പ്രസീത വിഷമിക്കാതിരിക്കുക. മന്ത്രിയുടെ ഒരു വിളി താങ്കളെ തേടി വരും കേട്ടോ. ഓക്കെ, മോർണിംഗ് ഷോയിൽ എന്നോട് സംസാരിച്ചതിന് വളരെ സന്തോഷം. എന്തായാലും മന്ത്രി വീണ ജോർജ് അവരുടെ സ്റ്റാഫോ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്ന് ടെലിഫോണിൽ വിളിക്കണം. മാത്രമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുകയും വേണം. ഒരമ്മയ്ക്കും ഒരു പെറ്റമ്മയ്ക്കും താങ്ങാൻ കഴിയില്ല. വീണ ജോർജിൻ്റെ അമ്മ കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അമ്മ താങ്കളുടെ ഒരു വിളി കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ വിളിക്കണം. ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ വകുപ്പിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ഈ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം. ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയുന്ന ദുരന്തമല്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പലചനക്കാരിക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.